ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏകദേശം ഒരു 2 സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് പോകാനുള്ളത് 3ാമത്തെ സെറ്റാണ് അല്ലേ. ആദ്യത്തെ 2 സെറ്റുകൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യത്തത് റേഷ്യോ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അല്ലേ. റേഷ്യോ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സൈനും കോസും വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ആണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ട്രയാങ്കിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രയാങ്കിൾസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ഒക്കെ വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങനെ എന്താണ്, ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അതിന്റെ പുറത്തു കൂടെ അതിന്റെ 3 മൂലകളിൽ കൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ രണ്ടും കൂടിയും ചേർന്നിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെയും കൂടി കടന്നു പോകുന്ന സർക്കിളിന് നമ്മളൊരു പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയാം. ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന വൃത്തങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളും അതിന്റെ സർക്കം സർക്കിളുമാണ് നമുക്കിവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിന് എന്ത് പേര് കൊടുത്തു? ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ AB എന്ന് പറയുന്ന സൈഡിന്റെ നീളം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ABC = 2r sin c. എന്താണ്? ABC = 2r sin c എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, അതിൽ r എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആരം എന്ന് പറയാം. പറഞ്ഞൂടെ? അതുപോലെ തന്നെ c എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംഗിൾ ആണ്. ABന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു ആംഗിൾ ആണ് c എന്ന് പറയുന്നത്. ആണല്ലോ, AB എന്ന് പറയുന്ന സൈഡ് എടുത്തപ്പോൾ ABന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന C എന്ന് പറയുന്ന ആംഗിൾ ആണ് നമ്മൾ എടുത്തത് അല്ലെ. ഇനി അതിന് പകരം എനിക്ക് BC ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താവും വരിക? ഇവിടെ AB വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? C വന്ന സ്ഥിതിക്ക് BC വന്നു കഴിഞ്ഞാൽ 2r sin A എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ AC കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2r sin B എന്ന് പറയുന്ന ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻസ്. ഓക്കെ, ബേസിക്കലി ഇത് 3 ഒരേ സാധനമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സൈഡിനെ വെച്ച് പറയുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് പ്രോബ്ലംസിലേക്ക് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിക്ചർ ബിലോ ഷോസ് 2 triangles ആൻഡ് their circumcircle അല്ലെ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഞാൻ അതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ A എന്ന് കൊടുത്തു, അപ്പുറത്ത് B എന്ന് കൊടുത്തു, മേലെ ഞാൻ C എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ AB എന്ന് പറയുന്ന നീളം നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ് അല്ലെ. അതുപോലെ തന്നെ കോൺ C അല്ലെങ്കിൽ ആംഗിൾ C എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഈ 2 കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? AB = 2r sin c എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലെ. ഇതിൽ AB നമുക്ക് തന്നിട്ടുണ്ട്, C നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? r നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 എണ്ണം തന്നു, 3ാമത്തത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നോക്കാം. ABന്റെ സ്ഥാനത്ത് ഞാൻ എത്ര സെന്റിമീറ്റർ കൊടുത്തു? 2 എന്ന് കൊടുത്തു. = 2r sin c എന്ന് പറഞ്ഞാൽ sin c എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അല്ലെ. ഇനി ഈ sin 30 ഡിഗ്രിന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2r sin 30ന്റെ വാല്യൂ 1/2 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 2r × 1/2 എന്ന് വരില്ലേ. ഈ താഴെയും മേലെയും കിടക്കുന്ന 2കളെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ r = 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്? ഇവിടെ ഒരു 3 സെന്റിമീറ്റർ. ഈ ഫിഗർ ഞാനത് രണ്ടാമതൊന്ന് ഇവിടേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്. ഞാനിവിടെ AB എന്ന് കൊടുത്തു. നമ്മളുടെ C എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ. നോക്കാം, അതിൽ AB എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രിയാണ് അല്ലെ.
ഇനി നമ്മുടെ ട്രിഗ്നോമെട്രിക് ടേബിൾസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1 മുതൽ 89 വരെയുള്ള കോണുകളുടെ അല്ലെങ്കിൽ ആംഗിൾസിന്റെ സൈൻ കോസ് ടാൻ വാല്യൂസ് ആണ് നമ്മൾ കണ്ടത് അല്ലേ. ഇവിടെ 1 മുതൽ 89 വരെയുള്ളത് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇവിടെ എത്രയാണ്? 135 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഈക്വൽ ആണ് ഇതിന്, അതായത് ഈ എ ബിന്റെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ഈ പറയുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു വഴി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡി എന്ന് പറയുന്ന ആംഗിൾ എത്ര വരിക? ഡി എന്ന് പറയുന്ന ആംഗിൾ എത്ര വരിക? ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു, ഈ 2 ആംഗിൾസും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. എന്ത് ആംഗിൾസ് ആണ്? സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ? 2 കൂടി കൂട്ടി കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പൊ ഡി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 135 മൈനസ് ചെയ്താൽ മതി. പോരെ? 180 നിന്ന് 135 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 നിന്ന് 135 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 45 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ കിട്ടും. കിട്ടൂലേ? അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷനിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. എ ബിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? എ ബിന്റെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ സി അല്ല നമുക്ക് വേണ്ടത്. ആംഗിൾ ഏതാ വേണ്ടത്? ആംഗിൾ ഡി ആണ് നമുക്ക് വേണ്ടത്. ആംഗിൾ ഡി സമം 45 ഡിഗ്രി. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? എ ബി സമം 2r സൈൻ സി അല്ല വരിക. സിക്ക് പകരം ഇവിടെ എന്തായിട്ട് മാറി? ഡി ആയിട്ട് മാറിയില്ലേ? എ ബിന്റെ സ്ഥാനത്ത് ഞാൻ 3 ഇട്ടു. സമം 2r സൈൻ ഡി എന്ന് പറഞ്ഞാൽ സൈൻ 45 ഡിഗ്രി അല്ലേ? സൈൻ 45 ഡിഗ്രി. അപ്പൊ 3 ഈക്വൽ ടു 2r സൈൻ 45ന്റെ വാല്യൂ 1/√2 ആണ്. എത്രയാണ്? 1/√2. അത് ഞാൻ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഈ വാല്യൂസ് കാണാപ്പാഠം പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ളത് 3 അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈക്വൽ ടു, ഇനി ആറിനെ ഞാൻ ആദ്യം എഴുതി ഇൻറ്റു, ഈ 2 ഇൻറ്റു ആണെന്ന് പറഞ്ഞാൽ 2 അല്ല, അപ്പൊ 2/√2 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആറിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഈ കിടക്കുന്ന ഒരു ഫ്രാക്ഷൻ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം? ഈക്വൽ ടുന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ 6 ഇവിടെ ഒറ്റക്കായി അല്ലേ? ഈ സൈഡിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ഓൾറെഡി ഒരു 3 കിടക്കുന്നുണ്ട്. ആ 3ന്റെ അടുത്തേക്ക് ഈ ഫ്രാക്ഷൻ പോകുമ്പോൾ എന്തായിട്ട് മാറും? അത് നേരെ തലതിരിയും. തലതിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? √2/2 എന്നായിട്ട് മാറി. ഓക്കെ, അപ്പൊ 2/√2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? √2/2 എന്നായിട്ട് മാറും. ഓക്കെ, അതിനെന്താ പേര് പറയാ? റെസിപ്രോക്കൽ എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വ്യുൽക്രമം എന്നോ പറയാം. ഓക്കെ, വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ തലതിരിച്ചിടുക, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാലും തലതിരിച്ചിടുക. ഓക്കെ, അപ്പോ 2/√2 അങ്ങോട്ട് പോയപ്പോൾ എന്തായിട്ട് മാറി? √2/2 എന്നായിട്ട് മാറി. ദെൻ ഇവിടെ ബാലൻസ് ഉണ്ടാവുക r is equal to 3√2/2 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ 5 സെന്റിമീറ്റർ long and an angle of one segment made by the line should be 80 degree. What should be the radius of the circle? സെയിം സാധനം തന്നെയാണ്. നേരത്തെ നമുക്ക് എന്തായിട്ട് തന്നു? ഫിഗർ ആയിട്ട് തന്നു. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. ഫിഗർ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വരച്ചതാണ്. ഇവിടെ ദാ ഒരു ലൈനാണ് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇതൊരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രിയാണ്, 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളില് എ ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം? 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഓക്കെ, ആംഗിൾ സി എത്രയാണെന്ന് അറിയാം? 80 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന ആകെയുള്ള ഒരു ഇക്വേഷൻ എ ബി സി ഈക്വൽ ടു 2r സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതി. എ ബിന്റെ സ്ഥാനത്ത് 5 എന്നിട്ടു. ഈക്വൽ ടു 2r സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 80 ഡിഗ്രി അല്ലേ? സോ 5 is equal to 2r സൈൻ 80ന്റെ വാല്യൂ 0.98 ആണ്. എത്രയാണ്? 0.98. സോ 5 is equal to 2 into 0.98 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r into എന്ത് വരും? 1.96 എന്ന് വരും. ഓക്കെ, ദെൻ
നമുക്ക് ഇവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആർ ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഇൻറ്റു 1.96 അവിടെ നേരെ പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും 5/1.96 ആയിട്ട് മാറില്ലേ. സോ നമുക്കിവിടെ എന്ത് കിട്ടി ആർ ഇസ് ഈക്വൽ ടു 5/1.96 കിട്ടി. നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മേലെയും താഴെയും ഒരേ സാധനം കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയും മേലെ എത്രയും കൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മേലെ എന്തായിട്ട് മാറി 5 × 100 500 ഡിവൈഡഡ് ബൈ 196 എന്നായിട്ട് മാറിയില്ലേ. ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താ വരിക 500 ഡിവൈഡഡ് ബൈ 196. ഓക്കെ, എത്ര വട്ടം പോവാ 2 ടൈംസ് ആണ്. 2 × 196 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക 392 വരിക അല്ലേ. ദെൻ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 108 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദെൻ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു 5 ടൈംസ് പോവുക. 5 × 196 എന്ന് പറയുമ്പോൾ 980 ആണ് വരിക കേട്ടോ, 980. ദെൻ ഒരു 100 എന്ത് വരും നമുക്ക് റിമൈൻഡർ ആയിട്ട് വരും. ഒരു 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഒരു 5 കൂടി വരും. സോ ദ ആൻസർ ഈസ് 2.55 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, സോ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് 2.55 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? ദെൻ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വി ആർ മൂവിങ് ടു ദി തേർഡ് വൺ. എന്താണ് തേർഡ് വൺ? ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ചിത്രത്തിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള രൂപം, ഇതൊരു കഷ്ണം, അതൊരു പാർട്ടല്ലേ തന്നിട്ടുള്ളത്, പാർട്ട് ഓഫ് എ സർക്കിൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പാർട്ടിനെ ഞാൻ എന്താക്കി മുഴുവനാക്കിയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ അതിന് പേര് കൊടുത്തു. ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഏറ്റവും താഴത്തെ പോയിന്റ് ഞാൻ ഡി എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് 8 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ മുകളിലത്തെ ആംഗിൾ എത്രയാണ് 140 ഡിഗ്രിയാണ് അല്ലേ. ഇത് എത്രയാണ് 140 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ് 140 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എത്രയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 180 - 140 ആണ്. സോ ആംഗിൾ ഡി എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ? ഇനി എ ബിന്റെ ലെങ്ത് ഓൾറെഡി നമുക്കറിയാം, എ ബി എത്രയാണ് 8 സെന്റിമീറ്റർ ആണ്. ദെൻ എ ബി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2r sin d അല്ലെ. ഇവിടെ സി അല്ല ഡി ആണ് വരിക. ദെൻ എ ബിന്റെ സ്ഥാനത്ത് 8 സമം 2r അങ്ങനെ തന്നെ ഇട്ടു. സൈൻ ഡി എന്ന് പറഞ്ഞാൽ സൈൻ എത്രയാണ് 80 അല്ലല്ലോ, എത്രയാണ് 40 ഡിഗ്രി അല്ലേ. എത്രയാണ് വരിക 40 ഡിഗ്രി. ഓക്കെ, ദെൻ 8 is equal to 2r sin 40 ഡിഗ്രിന്റെ വാല്യൂ എത്രയാണ് 0.64 ആണ്, 0.64. ഓക്കെ, ഇനി ഇവിടെ ഈ കിടക്കുന്ന രണ്ടുപേരെയും ഞാൻ അവിടെ നിങ്ങൾക്ക് ഇട്ട് കൊണ്ടുവരുമ്പോൾ രണ്ടും എന്തായിട്ട് മാറും, ഹരിക്കണം എന്നായിട്ട് മാറും ആവൂലേ. അപ്പൊ r is equal to 8 ഡിവൈഡഡ് ബൈ എന്ത് വരും 2 × 0.64 എന്ന് എഴുതാം. എഴുതി കൂടെ ഈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും 4 വരും. സോ നമുക്ക് എന്ത് വരും 4/0.64 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ മേലെയും താഴെയും എത്രയും കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഗുണിച്ചാലാണ് ഈ പോയിന്റ് മാറുക. അപ്പൊ നേരെ മേലെയും താഴെയും ഞാൻ എത്രയും കൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറി 400 ഡിവൈഡഡ് ബൈ 64 എന്നായിട്ട് മാറി. ഇനി 400 എത്ര 64 ഉണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. 400 ഡിവൈഡഡ് ബൈ 64. 400 64 6 വട്ടം പോവുക. 6 × 64 384 ആണ് വരിക. ഓക്കെ, 384 ആണ്. സോ റിമൈൻഡർ 16 വരും. 16 വന്ന് നമ്മളൊരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 160 2 ടൈംസ് ആണ്. 2 × 64 128 ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 32 വരും. ഒരു 0 കൂടി ഇട്ട് കൊടുത്തപ്പോൾ 5 ടൈംസ് പോവുക. സോ 320 ആണ് കിട്ടുക. റിമൈൻഡർ 0 കിട്ടി. സോ ദ ആൻസർ ഈസ് നമുക്ക് എത്രയാണ് 6.25 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, സോ നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മളുടെ 5ാമത്തെ പ്രോബ്ലമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. 2 triangles and their circumcircles are shown in the figure.
use the sine table to calculate the diameters of the circle and the other two sides of the triangle, correct it to a millimeter. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ സർക്കിൾസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ സർക്കിൾസിൻ്റെ ഡയമീറ്റർ എത്രയെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡയമീറ്റർ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഞാൻ എന്ത് കൊടുത്തു? പേര് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു, ഇവിടെ സി എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി ഇസ് ഈക്വൽ ടു 2r സൈൻ സി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഈ 2r എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡയമീറ്റർ അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? 2r ഇസ് ഈക്വൽ ടു എ ബി ബൈ സൈൻ സി എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതിനിവിടെ ആദ്യം സി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടണം. ഇവിടെ സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ 180 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടുക. എത്രയാണ്? 55ഉം 40ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 95 ആണ് അല്ലേ? അപ്പോൾ 180 നിന്ന് 95 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 85 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ എ ബിയുടെ നീളം നമുക്ക് ഇവിടെ അറിയാം. എ ബി എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടി 180 മൈനസ് 95 അല്ലേ? 180 മൈനസ് 95 ചെയ്തപ്പോൾ 85 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇനി അത് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ എന്ത് വരും? എ ബിന്റെ സ്ഥാനത്ത് 4 ബൈ സൈൻ സി എന്ന് പറഞ്ഞാൽ സൈൻ 85 ഡിഗ്രി. ഓക്കെ, ദെൻ 4 ബൈ സൈൻ 85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 85ന്റെ വാല്യൂ 0.99 ആണ് കേട്ടോ. ഇനി 4 ഡിവൈഡ് ബൈ 0.99 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പർ മാറ്റിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേലെയും താഴെയും ഞാൻ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 × 100 400 ഡിവൈഡഡ് ബൈ 0.99 × 100 ചെയ്ത് കഴിഞ്ഞാൽ 99 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ 400 ഡിവൈഡ് ബൈ 99 എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക 4.04 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് 4.04 4.04 എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡയമീറ്റർ കിട്ടി. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 4.04 സെന്റിമീറ്റർ. ഇനി നമുക്ക് എ സിന്റെ നീളം കാണണം. കാണണ്ടേ? അതുപോലെ തന്നെ എന്തും കാണണം? ബി സിന്റെ നീളവും കാണണം. ഇത്രയും കാര്യങ്ങളല്ലേ കാണാനുള്ളത്. അപ്പൊ എ സിന്റെ നീളം കാണാനുള്ളത് നമുക്ക് അറിയാം. ഇക്വേഷൻ 2r സൈൻ ബി ആണ് അല്ലെ? എ സി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി ആണ്. 2rന്റെ സ്ഥാനത്ത് ഞാൻ 4.04 എന്ന് കൊടുത്തു ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ 40 ഡിഗ്രി ആണ്. സോ സൈൻ 40 ഡിഗ്രി അല്ലെ? സോ നമുക്ക് കിട്ടുന്ന ആൻസർ 4.04 ഇൻറ്റു സൈൻ 40ന്റെ വില 0.64 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2.5856 എന്നാണ് കിട്ടുക സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് കറക്റ്റ് ടു എ മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എത്ര മതി? 2.59 എന്ന് എഴുതി സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി ഇത് മാത്രം പോലെ നമുക്ക് എന്തുകൂടി വേണം? ബി സിന്റെ നീളം കൂടി വേണം. വേണ്ടേ? ബി സി ഈസ് ഈക്വൽ ടു എന്താണ്? ഇക്വേഷൻ 2r സൈൻ എ ആണ് വരിക. ബി സി ഈസ് ഈക്വൽ ടു 2r സൈൻ എ ആണ്. 2rന്റെ സ്ഥാനത്ത് നമ്മൾ 4.04 ഇട്ടു ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ 55 ആണ്. സൈൻ 55 ആണ് അല്ലേ? സോ 4.04 ഇൻറ്റു സൈൻ 55ന്റെ വാല്യൂ 0.82 ആണ്. ഇത്രയാണ് വരിക 0.82 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 3.3128 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതിൽ നമ്മൾ 2 സ്ഥാനത്തേക്ക് മാത്രമാക്കി എഴുതി കഴിഞ്ഞാൽ 3.31 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെക്കൻഡ് ഫിഗറിലേക്ക് പോകാം. ഓക്കെ, ദെൻ രണ്ടാമത്തേനും ഞാൻ ഇതേപോലെ തന്നെ എന്ത് കൊടുക്കാൻ പോവാണ്? പേരുകൾ കൊടുക്കാൻ പോവാണ്. എന്താ പേര് കൊടുക്കുക? ഇതേ സെയിം പേരിനെ ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു, മേലെ ഞാൻ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്?
എ ബി ഈസ് ഈക്വൽ ടു നമ്മൾ സ്ഥിരം എഴുതുന്ന ഇക്വേഷൻ എ ബി ഈസ് ഈക്വൽ ടു 2r സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഉപയോഗിച്ചോടെ ഈ 2r സൈൻ സിയിൽ നോക്കുക, ഞാൻ ഈ 2rനെ കണ്ടുപിടിക്കാൻ 2r ഇസ് ഈക്വൽ ടു എ ബി ബൈ സൈൻ സി ചെയ്താൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇനി ഈ സാധനത്തിൽ എ ബി എത്രയാണ് നമുക്കറിയാം. എ ബി എത്രയാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ആണ് അല്ലെ. 4 സെന്റിമീറ്റർ നമുക്ക് എ ബിന്റെ നീളം തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്ന ആംഗിൾ എത്ര വരിക, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് സി നമുക്ക് തന്നിട്ടില്ല, 180 മൈനസ് അവിടെ 55ഉം 25ഉം കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 180 മൈനസ് 55 പ്ലസ് 25 അല്ലേ. അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 180 മൈനസ് 80 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും, 100 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ആംഗിൾ സി ആണ് നമുക്ക് എത്ര കിട്ടിയത്, 100 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ 100 വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കണം, അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കണം, 80 എന്ന് പറയുന്നത് അല്ലെ, ആംഗിൾ ഡി എന്ന് പറയുന്ന ഒരു ആംഗിൾ കൺസിഡർ ചെയ്തിട്ട് 180 മൈനസ് 100 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര വരാം, 80 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ആ 80 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ എ ബിന്റെ സ്ഥാനത്ത് 4 ഡിവൈഡഡ് ബൈ സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 80 ഡിഗ്രി അല്ലേ. സോ 4 ഡിവൈഡഡ് ബൈ 0.98 വരിക. ഇതിന് നമ്മൾ മേലെയും താഴെയും എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ 98 എന്ന് വരും. ഓക്കെ, 400 ഡിവൈഡ് ബൈ 98 വിച്ച് ഇസ് ഈക്വൽ ടു 400നെ 98 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.08 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡയമീറ്റർ കിട്ടി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയും ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്, ഡയമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എ സി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബി സി കണ്ടുപിടിക്കണം. എ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 2r സൈൻ ബി ആണ് അല്ലെ. സോ 2r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.08 ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, 25 ഡിഗ്രി ആണ്. സോ സൈൻ 25 ഡിഗ്രി അല്ലെ. സോ 4.08 ഇൻറ്റു സൈൻ 25ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.42 ആണ്. സോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1.7136 സെന്റിമീറ്റർ എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അതിന് നമുക്ക് ഒന്ന് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ 1.71 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആരും കൂടി ഉണ്ട്, ബി സി കൂടി കണ്ടുപിടിക്കണം. ബി സി ഈസ് ഈക്വൽ ടു 2r സൈൻ എ ആണ് അല്ലെ. സോ 2r സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.08 ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞാൽ സൈൻ 55 ഡിഗ്രി അല്ലെ. എ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, 55 ഡിഗ്രി ആണ് നമുക്കിവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ 4.08 ഇൻറ്റു 4.08 ഇൻറ്റു സൈൻ 55ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു 0.82 ആണ് അല്ലെ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3.3456 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 3.35 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഭാഗത്തിലുള്ള ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.